നമസ്കാരം. ഇന്ന് ഗാനഗന്ധർവന് ശതാഭിഷേകം. സംഗീത ലോകത്ത് ചിലപ്പോൾ ഇത്രയധികം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു ഗായകൻ ഇന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ചലച്ചിത്ര പിന്നണി ഗാനാലാപനത്തിന് 8 തവണയാണ് കെ ജെ യേശുദാസ് ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം 25 തവണയാണ് യേശുദാസിനെ തേടിയെത്തിയത്. 1961 തുടങ്ങിയ കരിയറിൽ ആദ്യ പുരസ്കാര നേട്ടമുണ്ടാകുന്നത് 1969 കുമാരസംഭവത്തിലെ പൊൽത്തിങ്കൽ കല എന്ന ഗാനത്തിന് അടുത്ത 2 വർഷവും അതേ രീതിയിൽ തന്നെ പുരസ്കാരങ്ങൾ ദാസേട്ടൻ്റെ മടിയിൽ തന്നെ എത്തുകയായിരുന്നു. 72 എം ജയചന്ദ്രന് കൈമാറിയെങ്കിലും 73 മുതൽ 77 വരെ തുടർച്ചയായ 5 വർഷം സംസ്ഥാന പുരസ്കാരം അത് ദാസേട്ടൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു. 1979, 1980, 81, 82, 83, 84, 85, 86 വർഷങ്ങളിൽ വീണ്ടും തുടർച്ചയായ നേട്ടങ്ങൾ. ഒരു ഘട്ടത്തിൽ തനിക്കിനി പുരസ്കാരങ്ങൾ നൽകരുത് എന്നും പുതിയ പാട്ടുകാർക്ക് അവസരം നൽകണമെന്നും യേശുദാസ് പറയുകയുണ്ടായി. അത്തരത്തിൽ യേശുദാസിന് അഭ്യർത്ഥിക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും പാടിയ യേശുദാസ് എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ തേടി 8 തവണയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ സംസ്ഥാന അവാർഡ് അത് യേശുദാസിന് ലഭിക്കുന്നത്. 6 തവണ ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിക്കുന്നു. കൂടാതെ 5 തവണ കർണാടക സർക്കാരിൻ്റെ അവാർഡ് വരെ യേശുദാസിന് ലഭിക്കുകയുണ്ടായി. ഒരു തവണ മാത്രമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ആ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കൂടി യേശുദാസിന് ലഭിക്കുന്നത്. 1972 കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ ഗാനം, ആ ഗാനം അതായത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിനായിരുന്നു യേശുദാസിന് 73 ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം ഗായത്രി എന്ന സിനിമയിലെ ഗാനത്തിനാണ് രണ്ടാമത് ഒരു നേട്ടം യേശുദാസിനുണ്ടാകുന്നത്. ദാസേട്ടനെ തേടി 3ാം ദേശീയ പുരസ്കാരം എത്തുന്നത് 1976 ചിച്ചോർ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നേട്ടം കൂടി എത്തുന്നത്. 1982 തെലുങ്ക് ചിത്രമായിട്ടുള്ള മേഘസന്ദേശത്തിലെ ഗാനങ്ങൾ ആലപിച്ച് 4ാമത്തെ ദേശീയ പുരസ്കാരവും യേശുദാസ് നേടിയെടുക്കുകയായിരുന്നു. ഇങ്ങനെ ദാസേട്ടന് അവാർഡുകളുടെ ഒരു കൂമ്പാരമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. കയ്യിലൊരു പുല്ലാങ്കുഴലും മനസ്സു നിറയെ സ്നേഹവും പ്രതീക്ഷയുമായി ആരുമില്ലാത്ത ബാല്യങ്ങളെ നോക്കിയിട്ട് പലപ്പോഴും ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് ദാസേട്ടൻ്റെ ശബ്ദം, ആ ശബ്ദം എന്ന് പറയപ്പെടുമ്പോൾ, അത്തരത്തിലുള്ള പാട്ടുകൾ എന്ന് പറയപ്പെടുമ്പോൾ ആ ഗാനം അറിയാതെയെങ്കിലും മനസ്സൊന്ന് ഇടറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹൃദയം വിങ്ങുന്ന ഒരു പാട്ട് തന്നെയാണത്. 1987 പുരസ്കാര നേട്ടമെന്ന് പറയപ്പെടുന്നത് ഈ പാട്ടിനായിരുന്നു, ഉണ്ണികളെ ഒരു കഥ പറയാം. അതിനുശേഷം 1993 സോപാനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചതിനാണ് യേശുദാസിനെ തേടി 7ാം തവണ ദേശീയ പുരസ്കാരം എത്തുന്നത്. അങ്ങനെ പുരസ്കാരങ്ങളുടെ നെറുകയിലായിരുന്നു യേശുദാസ് എന്ന് വേണമെങ്കിൽ പറയാം. 25 വർഷങ്ങളുടെ ഇടവേളയ്ക്കിപ്പുറം 2018 പോയി മറഞ്ഞ കാലം എന്ന ഗാനത്തിലൂടെ 8ാം തവണയും ദേശീയ പുരസ്കാരത്തിന് അല്ലെങ്കിൽ ആ നേട്ടം ആവർത്തിക്കുന്നതിന് കാരണഭൂതനായി മാറി യേശുദാസ്. ഏകദേശം 50,000-ലധികം പാട്ടുകൾ യേശുദാസ് പാടിയിട്ടുണ്ടെങ്കിലും ആ കണക്കുകൾ കൃത്യമാണോ എന്നറിയില്ല, എങ്കിലും അത്തരത്തിലാണ് പറയപ്പെടുന്നത്. പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും നൽകി രാജ്യം പലപ്പോഴും ഈ ശബ്ദവിസ്മയത്തെ ആദരിച്ചിട്ടുണ്ട്. ലഭിച്ച പുരസ്കാരങ്ങളിലും പാടിയ പാട്ടുകളുടെ എണ്ണത്തിലുമൊക്കെ ഏകദേശം 60 പിന്നിട്ട് നീങ്ങുന്ന പാട്ടുകാലത്തിലും യേശുദാസ് അങ്ങനെ പകരക്കാരനില്ലാതെ തുടരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 60 വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ സബരിയാണത്. ചിട്ടയായ ജീവിതവും സ്ഥിരോത്സാഹവും കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അങ്ങനെ തുടർന്നു പോകാൻ കഴിയുന്നത് എപ്പോഴും യേശുദാസ് എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിന്, ആ പ്രിയ ഗായകന് എപ്പോഴും സംഭവിക്കട്ടെ എന്ന് ലക്ഷോപലക്ഷം സംഗീത ആസ്വാദകരുടെ ഒരു ആശംസയും ഈ പിറന്നാൾ ദിനത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ദാസേട്ടൻ എന്ന് പറയപ്പെടുന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ദാസേട്ടൻ്റെ അല്ലെങ്കിൽ യേശുദാസിൻ്റെ ഒരു ഗാനം കേൾക്കാതെ ഒരു ദിവസവും മറഞ്ഞു പോകില്ല എന്നുള്ളതാണ്. ഓരോ രാവും ഓരോ പകലും ഓരോ നിമിഷവും ദാസേട്ടൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിലൂടെ കടന്നു പോവുകയാണ് എപ്പോഴും. അങ്ങനെ
ലോക ശ്രദ്ധ നേടിയ ഒരു കലാകാരൻ, സംഗീതത്തിന് എത്രയധികം ആ സംഗീതത്തിനോട് ഇഴുകിച്ചേർന്ന ഒരു കലാകാരൻ. 1000 പൗർണമികളുടെ ശോഭയോടെ ഈ ഗാനഗന്ധർവനിപ്പോൾ ഇന്ന് ശതാഭിഷേകം നടക്കുകയാണ്. അത്തരത്തിൽ ശതാഭിഷക്തനാവുന്ന യേശുദാസിന് ഭാരത് ലൈവിൻ്റെ 1000 പൗർണമികളോടെ ഇന്ന്, അല്ലെങ്കിൽ 1000 പൗർണമികളുടെ ശോഭയോടെ ഇന്ന് ശതാഭിഷക്തനാകുന്ന യേശുദാസിന് ഭാരത് ലൈവിൻ്റെയും പിറന്നാൾ ആശംസകൾ.